ഇതുവരെ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ആരോടും പ്രണയമൊന്നുമില്ല. മറ്റൊന്നും കൊണ്ടും ചോദിച്ചതല്ല വേദാന്ത്. നമ്മൾ എത്രയൊക്കെ മാറിയാലും എത്രയൊക്കെ ഫോർവേഡ് ആയാലും അതുമല്ല എത്രത്തോളം ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചാലും ശരി, ഇമോഷണലി നമ്മളൊക്കെ പഴയതുപോലെ തന്നെ. അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. മാത്രമല്ല, ഒരമ്മ എന്ന നിലയ്ക്ക് എന്റെ മക്കളുടെ ജീവിതം സേഫ് ആകണം, അവരുടെ ലൈഫ് നല്ല രീതിയിൽ സെറ്റിൽ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹം എനിക്കും ഉണ്ടാവില്ലേ? ഒരു വശത്തുനിന്ന് നോക്കിയാ ആദിയുടെ ലൈഫും വിക്കിയുടെ ലൈഫും ഒക്കെ സെറ്റിലായി കഴിഞ്ഞു. എനിക്കിനി നിന്റെ കാര്യം ചിന്തിക്കാനുള്ളത്. ഇനി നീയും അവരെ പോലെ സുഖമായിട്ട് ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ ചോദിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് പെൺകുട്ടികളോട് പഴയതുപോലെ ദേഷ്യമില്ല എന്നുള്ളത് തന്നെ ഒരു ഗുഡ് ന്യൂസാ. ആ അമ്മേ, അക്കാര്യത്തെ പറ്റി ഞാൻ അമ്മയോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അതിന് സമയം കിട്ടിയില്ല. പെൺകുട്ടികളോട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഇറിറ്റേഷനും അൺകംഫർട്ടബിൾ ഫീലിംഗ് ഒന്നും ഇപ്പൊ ഇല്ല അമ്മേ. പക്ഷേ അത് എല്ലാവരോടും അല്ല, നമ്മുടെ ഫാമിലിയിലുള്ളവരോട് മാത്രമാണ്. അത് നല്ലതാ വേദാന്ത്. എത്രയും വേഗം തന്നെ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന നല്ലൊരു പെൺകുട്ടി നിനക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഈ വീട്ടിൽ വീണ്ടും ഒരു കല്യാണം കൂടി നടക്കാൻ പോവാ. ഗുഡ് നൈറ്റ് മോനെ. അമ്മ ഒരു മിനിറ്റ്. അമ്മ പറഞ്ഞൊക്കെ ശരി തന്നെയാ. ഇനി ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നീ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ എനിക്ക് എക്സൈറ്റഡ് ആണ് വേദാന്ത്. പിന്നെന്താ പെട്ടെന്നൊരു പക്ഷേ? പറയ് വേദാന്ത്. എനിക്ക് എല്ലാ രീതിയിലും മാച്ച് ആവുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. അതാ എന്റെ തീരുമാനം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഗുഡ് നൈറ്റ് അമ്മേ. ഒരു കണക്കിനെന്ന് സമാധാനമായതായിരുന്നു. പക്ഷെ നീ എന്റെ തലയിൽ വീണ്ടും തീ കോരിയിട്ടിരിക്കുകയാണ് വേദാന്ത്. എന്നിട്ട് അവന്റെ ഒരു ഗുഡ് നൈറ്റ്. അമ്മു, ഇത്രയും നാളും ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ നിന്നത്. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്തോ വല്ലാണ്ട് ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നേ. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മോളെ. അതെ ചേച്ചി, ഞങ്ങൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ചേച്ചിയുടെയും വിക്കിച്ചേട്ടന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയില്ലേ? അപ്പൊ അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം വന്നു. അത് പ്രൈസ്ലെസ് ആയിരുന്നു. അമ്മ ശരിക്കും നല്ല ടെൻഷനിലായിരുന്നല്ലേ? അമ്മയ്ക്കിപ്പോ എന്തായാലും സമാധാനമായി കാണുമല്ലോ. പക്ഷെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഏട്ടത്തിയുടെ സീമന്തത്തിന് വേണ്ടി രണ്ട് വീട്ടിൽ ഒരു ഫംഗ്ഷനും ഇല്ല. അതുകൊണ്ട് പാവം എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റില്ലല്ലോ എന്ന വിഷമം. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. എല്ലാം ശരിയായിട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു എൻഗേജ്മെന്റ് ഉണ്ടാവും. നീ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? ഒരു തവണ കൂടെ പറഞ്ഞേ. എന്റെയും വേദാന്തിന്റെയും കാര്യം എല്ലാവർക്കും അറിയില്ലെന്ന് ഞാൻ മറന്നുപോയല്ലോ. ഇപ്പൊ എന്റെ നാക്ക് തന്നെ എന്നെ പെടുത്തി കളഞ്ഞു. പുതിയ പുതിയ കഥയൊന്നും എന്നോട് പറയണ്ട. സത്യം എന്താണെന്ന് വെച്ച് എന്നോട് പറഞ്ഞാ മതി. അത് ചേച്ചി, അത് പിന്നെ എനിക്ക് വീട്ടിലിപ്പോ കല്യാണം ആലോചിക്കുമല്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനിപ്പോ എന്തിനാ കഥ പറയുന്നേ? നീ ചേട്ടത്തി പോലെ വെറുതെ ഓരോന്ന് ആലോചിക്കല്ലേ. അമ്മ, നീ സത്യമാണോ പറയുന്നേ? വേദാന്തേട്ടനോട് നിനക്ക് സ്നേഹമല്ലേ? നിങ്ങൾക്കിടയിൽ ഒന്നും ഇല്ലാന്ന് പറയുമ്പോ വീട്ടിൽ ആലോചിക്കുന്ന പയ്യനെ കല്യാണം കഴിക്കാൻ നീ തീരുമാനിച്ചോ? ഭാഗ്യം, ചേച്ചിയോടാണല്ലോ ഇതൊക്കെ പറഞ്ഞത്. ഇവളൊരു പൊട്ടിയ. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. പിന്നെ ഇങ്ങനെ പറയുമ്പോ എങ്ങനെ മനസ്സിലാവാനാ? ഞാനിത് പറഞ്ഞത് ചേട്ടത്തിയോടായിരുന്നെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കിയേനെ. അമ്മു, ഞാൻ നിന്നോട് സംസാരിക്കുന്ന. അതെ ചേച്ചി, ഞാനും വേദാന്തും ഇപ്പൊ വളരെ നല്ല ഫ്രണ്ട്സാ ചേച്ചി. അതുമാത്രല്ല, അദ്ദേഹം എന്റെ ബോസ് അല്ലേ. നമുക്കിടയിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല ചേച്ചി. ഇത്രയും നാളും എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ഇനി മതി. കല്യാണക്കാരും പറഞ്ഞ ഇനി പ്രശ്നം ഉണ്ടാവണ്ട. ശരി, വെക്കുവാണേ ചേച്ചി.
അച്ഛൻ വിളിച്ചിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? നോക്ക്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്കിടയിലുള്ള കാര്യങ്ങൾ അന്ന് തന്നെ കഴിഞ്ഞു. നിങ്ങൾ ഇനിയും ശ്രീധർ മധുസൂദനും മെസ്സേജ് അയക്കുന്നതോ മിസ് കോൾ ചെയ്യുന്നതോ ഒന്നും ശരിയല്ല. അച്ഛാ, ഞാൻ ധ്രുവനാണ്. അച്ഛാ, എന്നെയാണ് അച്ഛൻ വിളിച്ചത്. ശേ, ഞാൻ ധ്രുവന്റെ നമ്പർ സേവ് ചെയ്യാത്ത വലിയ പ്രശ്നം തന്നെയാണല്ലോ. അതുകൊണ്ടാണ് മിസ് കോൾ വന്ന് ഇവന്റെ നമ്പറിൽ നിന്ന് അറിയാൻ പറ്റാത്തത്. കോൾ ലോഗിൽ പോയി ധ്രുവന്റെ നമ്പർ എത്രയും പെട്ടെന്ന് സേവ് ചെയ്ത് വെക്കണം. ശേ, എന്തു വലിയ മണ്ടത്തരായി ചെയ്തേ. അച്ഛാ, കേൾക്കുന്നുണ്ടോ? എന്താ പറ്റിയത്? എന്താ പ്രശ്നം? അത് ധ്രുവ, എനിക്ക് കേൾക്കാം. അത് പിന്നെ നീ അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അതപ്പോ തന്നെ വിളിച്ച് പറഞ്ഞതാണല്ലോ. ആണല്ലേ, ഞാനത് മറന്നുപോയി. വെറുതെ കള്ളം പറയരുത് അച്ഛാ. ഇതെന്നെ മാറി വിളിച്ച കോളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇല്ല ധ്രുവ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അച്ഛനെന്തിനാ പിന്നെ പേടിച്ച് സംസാരിക്കുന്നത്? അതുമാത്രമല്ല, ഞാൻ കറക്റ്റായിട്ട് കേട്ടതാ. ഞാൻ ആ പേര് കറക്റ്റായിട്ട് കേൾക്കുകയും ചെയ്തു, ശ്രീധർ മധുസൂദനൻ എന്ന്. മൈ ഗോഡ്, ആരെയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെ മണ്ടത്തരാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ അച്ഛാ? അതെ ധ്രുവ, അതെനിക്ക് മാറിപ്പോയതാണ്. കോൾ ലോഗിൽ മാറിപ്പോയി നിനക്കാ കോൾ വന്നത്. അതൊന്നും അല്ല അച്ഛാ. അച്ഛൻ എന്നെ എത്ര പ്രാവശ്യം വിളിച്ചാലും എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരച്ഛനെ പേടിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അച്ഛനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നവും ഉണ്ട്. അതെന്തായാലും പറയ്. ഒന്നുമില്ല ധ്രുവ, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ആരെ ഭയപ്പെടാനാ? അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ശ്രീധർ മധുസൂദനെ പേടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. അച്ഛനെ ആരെ ഇങ്ങനെ പേടിപ്പിക്കാൻ വരുന്നത്? അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും അച്ഛനെ ശല്യപ്പെടുത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തോ? പ്രശ്നങ്ങളോ ഇൻസൾട്ടോ ഒന്നും തന്നെ ഇല്ല. ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത്രേ ഉള്ളൂ. അതല്ലാതെ പേടിക്കാനുള്ള ഒരു പ്രശ്നവുമില്ല. ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ട. ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഓക്കെ? ഇത്രയും നാൾ ഞാൻ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്തത്. ഒന്നുകൂടി സൂക്ഷിച്ചിരുന്നെങ്കിൽ ധ്രുവൻ അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ലായിരുന്നു. അവനൊരു സംശയം തോന്നിയാൽ അവൻ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. ഛേ, അച്ഛൻ ശരിക്കും ആരെയൊക്കെയോ പേടിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പേടിപ്പിക്കാൻ മാത്രം ധൈര്യമുള്ളത് ആർക്കായിരിക്കും? ഗുഡ് മോർണിംഗ്. ഇവളുടെ വളിച്ച ചിരിയൊക്കെ കണ്ടിട്ട് എനിക്കിട്ടെന്തോ പണിയാനാ പ്ലാൻ എന്ന് തോന്നുന്നു. പക്ഷെ പിടി കൊടുക്കാൻ പാടില്ല. ഗുഡ് മോർണിംഗ് മോളെ. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഫുഡ് എന്താ ഇതുവരെ റെഡി ആയിട്ടില്ലേ? ഓൺലൈനിൽ ഓർഡർ ചെയ്യണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ കഴിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ചേട്ടനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ എനിക്കിട്ട് പണിയാൻ തന്നെയാ. ഇത്ര നേരത്തെ എഴുന്നേറ്റോ? ഇത്ര അടിപൊളിയായിട്ട് ഒരുങ്ങി ഇത്ര നേരത്തെ എങ്ങോട്ടാ പോകുന്നേ? അതാദ്യം പറയേ. വേറെ ആരോടും ഞാൻ എതിർത്ത് നിൽക്കും. പക്ഷെ അമൂല്യയുടെ ഇവളുടെ നാക്കിന് മുന്നില് എനിക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്താ ചേട്ടാ പെട്ടെന്ന് സൈലന്റ് ആയത്? അതൊന്നുമില്ല മോളെ. ഇയർ എൻഡിങ് അല്ലേ, ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. ദൈവം ചേട്ടന് എല്ലാ സ്കില്ലും നന്നായിട്ട് തന്നെ തന്നിട്ടുണ്ട്. പക്ഷെ കള്ളം പറയാനുള്ള സ്കില്ല് മാത്രം ദൈവം തന്നിട്ടില്ല. കമോൺ ആദ്യ, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? സത്യം തന്നെയാ. ഒന്ന് വെറുതെ ഇരിക്കുക ചേട്ടാ. ഇയർ എൻഡ് ആണത്ര. സെപ്റ്റംബറിൽ ഏത് കമ്പനിക്കാ ഇയർ എൻഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവുന്നത്? കമ്പനിക്കൊക്കെ മാർച്ച് ഏപ്രിലാ ഫിനാൻഷ്യൽ ഇയർ എന്ന് അറിയാനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. അതുമാത്രമല്ല, ഓഫീസിൽ ഇത്രയധികം ആൾക്കാരുള്ളപ്പോ ചേട്ടൻ എന്തിനാ പോകുന്നേ? സിദ്ധാർത്ഥും വിക്കി ചേട്ടനും ഇവിടെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞ അവര് പോയില്ലേ? പക്ഷെ അവരാണെങ്കിലോ സമാധാനായിട്ട് കിടന്ന് ഉറങ്ങാം.
എന്ന് വെച്ചാ മോളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ വേറെന്തോ കാര്യത്തിന് വേണ്ടി കള്ളം പറഞ്ഞു വിടുന്ന് പോവാണെന്നാ? ചാർജ് ഉണ്ടെങ്കിൽ പിന്നെ ഈ ചാർജർ ഇല്ലാത്ത കാര്യത്തിന് വിഷമിക്കുന്ന എന്തിനാ? അതുപോലെയാ ചേട്ടന്റെ കാര്യം. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ചേട്ടനല്ലേ ആ കാര്യം പറഞ്ഞത്. നിന്നോട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല മോളെ. പറയേ, വേറെന്തോ ആവശ്യത്തിന് പോണെന്ന് പറഞ്ഞല്ലേ, എന്താ അത്? ചേട്ടൻ ആരോടെങ്കിലും ലവ് വല്ലതുണ്ടോ? ആ സുമേഷ്, ഓഫീസിൽ അർജന്റ് കാര്യോ? 10 മിനിറ്റ്, ഞാനിതപ്പോ വരാം. ആഹാ, താൻ എന്താന്ന് വെച്ചാ ചെയ്യേ. ഞാനിപ്പോ അങ്ങോട്ടേ വരാം. യാ, സീ യു ദെൻ. ഓക്കെ. ചേട്ടനെ കൊണ്ട് കള്ളം പറയാൻ പറ്റില്ലെന്ന് എത്ര കറക്റ്റ് ആയിട്ടാ പ്രൂവ് ചെയ്തത്. നീ ആ കാര്യത്തിൽ ഒരു പൊട്ടനാണെന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. പിന്നെ ചേട്ടന്റെ പ്രണയത്തിന്റെ കാര്യം ഇപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലായി. പക്ഷെ ആ കാര്യം ചേട്ടന്റെ വായന തന്നെ കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ പിന്നെ നാളെയാണെങ്കിലും നിന്റെ വായന ഞാനത് കേൾക്കും, അത് ഉറപ്പാ. സുഹാസിനി, അയ്യോ, ഞാനാ സുഹാസിനി, നിന്റെ അമ്മ. അതിന് നീ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നത്? അമ്മയായതുകൊണ്ടാ എനിക്ക് ഇത്രയും പേടി. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ ഡോറിലൊന്ന് മുട്ടിയിട്ടേ കേറി വരൂ. ഡോറിൽ മുട്ടിയിട്ട് കേറി വരണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മിണ്ടാതിരിക്കും. നിന്നെ ആഹാരം കഴിക്കാൻ പോലും പഠിപ്പിച്ചത് ഞാനാണ്. എനിക്ക് നിന്റെ മുറിയിലേക്ക് വരാൻ കഥകിലൊക്കെ തട്ടണോ? അമ്മയ്ക്കതൊന്നും ശീലം ഉണ്ടാവില്ല. പക്ഷെ ഈ വീട്ടില്, അതായത് എന്റെ വീട്ടില്, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന്. അത് അമ്മയും അനുസരിച്ചേ പറ്റൂ, അത്രയും ഉള്ളൂ. ഞാൻ വാതിലും മുട്ടിയിട്ടല്ല നിന്റെ മുറിയിലേക്ക് കയറി എന്നുള്ളത് സത്യം. പക്ഷെ അതിനു മുമ്പ് നിന്നെ എത്ര വട്ടം ഞാൻ വിളിച്ചു എന്നുള്ള കാര്യം നിനക്കറിയോ? നീ എന്തോ വലിയ ആഭ്യന്തര കാര്യം ആലോചിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കിയിരിക്കുകയാണല്ലോ. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മ കൂടുതൽ കഥയൊന്നും പറയാൻ നിൽക്കണ്ട. കാര്യം എന്താന്ന് പറ. ഞാൻ നിന്റെ അമ്മയാ. ആലോചിച്ചോണ്ടിരിക്കുന്നവള് നീയാണ്. അതെന്താ പ്രശ്നം എന്നോട് പറ. ഞാനൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? എന്ത് കാര്യമാണെങ്കിലും ശരി, അത് അമ്മയോട് ഷെയർ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല, അത്ര തന്നെ. നിന്റെ ആവശ്യമില്ലാത്ത കാരണം പറച്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട. നിന്റെ സത്യത്തിൽ ഇതുപോലെ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ പഠിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഞാൻ നിന്റെ അമ്മയാണ് മോളെ. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറ, പ്രശ്നമില്ല. വേദാന്ത് ആരുമായിട്ടോ പ്രണയത്തിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിനക്ക് സംശയമല്ലേ ഉള്ളൂ. എനിക്ക് ആ കാര്യത്തിന് നല്ല ഉറപ്പ് വന്നു കഴിഞ്ഞു. ആ കഴുത നേരത്തെ വരുമെന്ന് വിചാരിച്ച ഞാനും നേരത്തെ വന്നത്. ആൺകുട്ടികൾ എപ്പോഴും ലേറ്റ് ആണ്, അവർക്ക് ബോധമില്ല എന്നൊക്കെ ആ കഴുത എപ്പോഴും പറയും. Excuse me. ഹലോ മിസ്റ്റർ, ഒരു കമ്പനിയിലേക്ക് കയറി വരുമ്പോ മാനേഴ്സ് കീപ്പ് ചെയ്യണം. ആൻഡ് ടക് ടക് കഥകിലും മുട്ടിയിട്ട് കയറി വരണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഓ, നിങ്ങൾ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് കാണാനാണോ രാവിലെ തന്നെ ഇങ്ങോട്ട് കയറി വന്നത്? ഈ നോൺസെൻസ് ഒന്നും കാണാൻ എനിക്ക് സമയമില്ല, എനിക്ക് ജോലിയുണ്ട്.
സോറി ബോസ്, എനിക്കത് അറിയില്ലായിരുന്നു. കുഴപ്പമില്ല ബോസ്, നോ പ്രോബ്ലം. അമൂല്യ മേഡത്തിനെ നോക്കാൻ വേണ്ടിയിട്ടാ വന്നത്. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഓഫീസിൽ വന്ന് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അമൂല്യ മേഡത്തിന് ഈ ചേംബറിലാണോ ചെയർ ഇട്ട് കൊടുത്തിരിക്കുന്നത്? അമൂല്യ മേഡം ഇവിടെ വന്നിരിക്കെ. അങ്ങനെയാണോ ബോസ്? മാഡത്തിനപ്പൊ ഇവിടെയാണോ ചെയർ ഇട്ടിരിക്കുന്നത്? ആരാ ബോസ് മാഡത്തിന്റെ കമ്പാനിയൻ? വാട്ട്? എന്നെ കളിയാക്കാനാണോ സംസാരിക്കുന്നേ? ആവശ്യമില്ലാതെ ഓരോന്ന് സംസാരിച്ച് എന്റെ സമയം കളയരുത്, മനസ്സിലായല്ലോ? അയ്യോ ഇല്ല മാഡം, അമൂല്യ മാഡത്തിനോട് ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. ഞാൻ അവളുടെ ടേബിളിൽ നോക്കി, പക്ഷെ അവിടെ കണ്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് മാഡം. ഫുള്ളി വേദാന്ത് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ ലൂസായിട്ട് സംസാരിക്കുന്ന എന്തിനാ? അവൾ ആ ടേബിളിൽ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന നിങ്ങളോട് ആരാ പറഞ്ഞത്? Come on, tell me. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അവന്റെ റൂമിലേക്ക് ചെന്നപ്പോ, ഇല്ല, എനിക്ക് അങ്ങനെ ആരോടും ഒരു പ്രണയമില്ല, എനിക്കുള്ള പെൺകുട്ടിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു. അമ്മ എന്താ കളിയാക്കാണോ? ഇതിലിപ്പോ കളിയാക്കാൻ എന്താ ഉള്ളേ? അവൻ പറഞ്ഞതിലിപ്പോ എന്താ തെറ്റുള്ളത്? മറ്റാരുടെയെങ്കിലും മക്കളാ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും പറഞ്ഞേനെ അത് ശരിയെന്ന്. പക്ഷെ ഇപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് ഈ സുഹാസിനി മേനോന്റെ മകന്. അത് മാത്രമല്ല, അവൻ വേദാന്താണ്. അതെന്താ? വേദാന്തിന് അവന് ഇഷ്ടമുള്ള പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇല്ലേ? ഇതുകൊണ്ടാ ഞാൻ അമ്മയോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറഞ്ഞത്. അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. വേദാന്ത് കുറച്ചുനാള് മുമ്പ് വരെ ഇങ്ങനൊന്നും ആയിരുന്നില്ല. അവൻ എന്നോട് ചോദിക്കാതെ ഒരു കളിപ്പാട്ടം പോലും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഇപ്പൊ അവൻ എന്റെ ഒപ്പീനിയൻ പോലും വേണ്ട. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ കണ്ടുപിടിച്ചോളാന്നൊക്കെ പറഞ്ഞാ ഞാൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും? ഇതെല്ലാം കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ? അവൻ വേദാന്ത് മേനോനാണ്. അവന്റെ സ്റ്റാറ്റസിനെ പറ്റി ഒരു പെൺകുട്ടി അവൻ എങ്ങനെ കണ്ടുപിടിക്കാനാണമ്മേ? നീയായിട്ട് അവന് കണ്ടുപിടിക്കുന്നില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ലോകത്തെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരുപോലെ നടക്കില്ലല്ലോ. ഇപ്പൊ തന്നെ നോക്ക്, കൊറോണയൊക്കെ വന്ന് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ലല്ലോ അല്ലേ? ഇതും അതുപോലെയൊക്കെ തന്നെയാ. അവനിപ്പോ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചു തുടങ്ങി. അവന്റെ ചിന്തകളെല്ലാം മാറിപ്പോയി എന്നുള്ള കാര്യം നീ അംഗീകരിച്ചേ പറ്റൂ. നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം നിന്റെ കയ്യിൽ തന്നെയാ ഉള്ളത്. സോറി മാഡം, ഇനി മുതൽ ഞാൻ അമൂല്യ മാഡത്തിനെ പോലെ നോൺസെൻസ് പറയാതെ നോക്കിക്കോളാം. ഗുഡ് ന്യൂസേ ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കാം. വരട്ടെ മാഡം. ഓ വേദാന്ത്, 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 വേദാന്ത്. കാര്യം എന്താ? എന്താ കാര്യം? ഇങ്ങനെ ചോദിച്ചാ പറയില്ലേ? നീ നോർമൽ ആയിരിക്കുമ്പോ തന്നെ എന്തോ പ്രശ്നമുള്ള പോലെ സംസാരിക്കുന്നത്. അതിന്റെ കൂടെ വേറെ ആളായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ മിസ്റ്റർ ബീനിനെക്കാളും അത് കോമഡി ആയിട്ട് മാറി. അതൊക്കെ പോട്ടെ, ഗുഡ് ന്യൂസ് എന്താണെന്ന് പറ. എന്തു പറ്റി? വേദാന്ത് മേനോൻ പെട്ടെന്ന് അമൂല്യ എം ആയിട്ട് മാറിയോ? അത് വെറുതെ തമാശ കാണിച്ചതാ. പ്ലീസ് പ്ലീസ് പ്ലീസ്, കാര്യം എന്താണെന്ന് പറ. ഇത്രയും നാളും ഞാനും നീയും നമ്മുടെ പ്രേമത്തിന്റെ കാര്യം ഒളിച്ചു വെച്ചു. ഇപ്പൊ നമ്മൾ പരസ്പരം മനസ്സിലാക്കുകയും ചെയ്തു. വീട്ടിലുടനെ പറയണ്ടെന്ന് തീരുമാനിച്ചില്ലേ? പക്ഷെ ആ തീരുമാനം മാറ്റാനുള്ള സമയമായി. ഞാൻ എന്റെ വീട്ടില് നമ്മുടെ കാര്യം പറയാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോ അന്തം വിട്ടോണ്ട് നിൽക്കല്ല വേണ്ടത്, ഹാപ്പി ആയിട്ട് ചിരിക്കുക വേണ്ടത്. എന്താ? യു ആർ സോ റൊമാൻറ്റിക് അമൂല്യ. അയ്യോ, അവിടെ നോക്ക് വേദ. ആദ്യ